മനുഷ്യ വന്യജീവി സംഘർഷം പ്രതിരോധിക്കുന്നതിലെ പരാജയം മറച്ചുവെക്കാൻ ഉന്നതതല യോഗം വിളിച്ച വനമന്ത്രി. സംഘർഷം ലഘൂകരിക്കാൻ 10 മിഷനുകൾ രൂപീകരിച്ചു. എല്ലാ ഫോറസ്റ്റ് ഡിവിഷനിലും ആനത്താരകൾ നിർമ്മിക്കാനും വന്യമൃഗങ്ങളുടെ സ്ഥിരം സഞ്ചാരപാതകൾ നിരീക്ഷിക്കുവാനും കർമ്മ പദ്ധതിയിൽ തീരുമാനമായി. സംസ്ഥാന വ്യാപകമായി കാട്ടാന ശല്യമടക്കം വർദ്ധിച്ച സാഹചര്യത്തിലാണ് വനമന്ത്രി A.K. ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഇന്ന് ചേർന്നത്. യോഗത്തിൽ പ്രധാന തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് വന്യജീവി സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കാട് പിടിച്ചു കിടക്കുന്ന എസ്റ്റേറ്റുകളുടെ ഉടമകൾക്ക് അടിയന്തരമായി കാട് നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകുന്നതിന് ഇന്ന് ചേർന്ന യോഗം തീരുമാനിച്ചു. വനത്തിലൂടെ കടന്നുപോകുന്ന റോഡുകൾക്ക് ഇരുവശവും അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് ക്ലിയറൻസ് നടത്തുന്നതിന് നിർദ്ദേശം നൽകി. വേനൽക്കാലത്ത് വനമേഖലയിലൂടെ യാത്ര ചെയ്യുന്നവരും വനത്തിനടുത്ത് താമസിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനും യോഗത്തിൽ തീരുമാനമായി. ജനവാസ മേഖലകൾക്കരികിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം നിരീക്ഷിക്കുന്നതിന് റിയൽ ടൈം മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തും. സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന 28 റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾക്ക് ആധുനിക ഉപകരണങ്ങളും സംവിധാനങ്ങളും ലഭ്യമാക്കുന്നതിന് STMAക്ക് സമർപ്പിച്ച പ്രപ്പോസലിന്മേൽ അടിയന്തരമായി തുടർ നടപടികൾ ത്വരിതപ്പെടുത്തും. വനത്തിലൂടെ കടന്നുപോകുന്ന പാതകളിൽ രാത്രിയാത്ര നടത്തുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകും. യോഗത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള മിഷനുകൾക്കും അവതരിപ്പിച്ചു. ഇത്തരത്തിൽ 10 മിഷനുകളായിരിക്കും സംസ്ഥാന വ്യാപകമായി വനം വകുപ്പ് നടപ്പിലാക്കുക. കാട്ടാനാക്രമണങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വന്ന സാഹചര്യത്തിൽ മന്ത്രി രാജിവെക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി ഉന്നതതല യോഗം ഇന്ന് ചേർന്നത്. ജനം, തിരുവനന്തപുരം.